അപ്പോൾ ബാറ്റിനെ പറ്റിയുള്ള ലോയാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. മീൻസ് എൻ്റെ അപ്പൻഡിക്സിലാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത്. ബാറ്റിന് രണ്ട് പാർട്ടുണ്ട്, ഹാൻഡിലും ബ്ലേഡും. അപ്പോൾ ഹാൻഡിലിൻ്റെ സാധാരണ കെയിൻ, അതായത് ചൂരിലും അല്ലെങ്കിൽ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് ബ്ലേഡ് അല്ലാത്ത പാർട്ടിനാണ് ഹാൻഡിൽ എന്ന് പറയുന്നതെന്നാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പർ പോർഷനാണ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ അതിന് ഗ്രിപ്പ് വെച്ച് കവർ ചെയ്യാം. പക്ഷേ ഗ്രിപ്പ് എല്ലാത്തിനും ഓരോ മാനദണ്ഡങ്ങളുണ്ട്, അതെല്ലാം നമ്മുടെ അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ബ്ലേഡിൻ്റെ പാർട്ടും പറയുന്നുണ്ട്, അതും ഡീറ്റെയിൽ ആയിട്ട് അപ്പൻഡിക്സിൽ പറയുന്നുണ്ട്. ബ്ലേഡ് മൊത്തം വുഡ് വെച്ച് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പണ്ട് കീപ്പ് പോണ്ടിങ്ങിൻ്റെ റബ്ബർ ബാറ്റോ സ്പ്രിങ് ബാറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആക്ച്വലി പാടില്ലെന്നാണ് ഇതിൽ നിന്ന്, ഈ റൂളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓൾ ബാറ്റ്സ് മേ ബി ഹാവ് കൊമേഴ്ഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻസ്. അതായത് നമ്മുടെ MRFൻ്റെ പോലെ സച്ചിൻ്റെ MRFൻ്റെ സ്റ്റിക്കറോ വിരാട് കോഹ്ലിയുടെ MRFൻ്റെ സ്റ്റിക്കറും പണ്ടത്തെ ബ്രിട്ടാനിയയുടെ സ്റ്റിക്കറും വട്ടവർ. അപ്പോൾ സ്റ്റിക്കേഴ്സ് എല്ലാം കൊമേഴ്ഷ്യൽ പാർട്ടാണല്ലോ. അപ്പോൾ അതും നമ്മുടെ അപ്പൻഡിക്സിൽ കവർ ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ആൻഡ് റിപ്പയറും അതിൻ്റെ പാർട്ടും. അതായത് നമ്മൾ പ്രൊട്ടക്ഷൻ റിപ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രത്യേകിച്ച് ഒരു ട്രെയിൻ യൂസ് ചെയ്തിട്ടൊക്കെ ബാറ്റ് റിപ്പയർ ചെയ്ത് കെട്ടാറുള്ളത് കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചെയ്യണം, ഏത് രീതിയിലാവാം എന്നുള്ളതൊക്കെ എല്ലാം അപ്പൻഡിക്സിലാണ് കൊടുത്തേക്കുന്നത്. ഈ ലോ ബേസിക്കലി എല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം അപ്പൻഡിക്സിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ അപ്പോൾ ഇത് പ്രൊട്ടക്ഷൻ ഫ്രം സർഫസ് ഡാമേജ് ടു ദ ഫേസ്, സൈഡ്സ് ഓർ ഷോൾഡേഴ്സ് ഓഫ് ദ ബ്ലേഡ്, അല്ലെങ്കിൽ റിപ്പയർ ടു ദ ബ്ലേഡ് ആഫ്റ്റർ സർഫസ് ഡാമേജ്. അതായത് നമ്മുടെ ബാറ്റിൻ്റെ ബ്ലേഡിനൊക്കെ പല ഡാമേജ്, ബോൾ കൊണ്ട് എഡ്ജ് പൊട്ടുക, അങ്ങനെ പല കേസുകളും പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ ദാറ്റ് ഈസ് നോട്ട് റിജിഡ് ഐദർ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ടു ദ ബ്ലേഡ് ഓർ സബ്സിക്വൻ്റ്ലി. അതായത് നമ്മൾ ഈ പറഞ്ഞ സാധനത്തിന് വേണ്ടി, ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് റിജിഡ് ആവരുത്. ആപ്ലിക്കേഷൻ ചെയ്യുന്ന ടൈമും അതിന് ശേഷം കുറേ നാൾ നിന്നാലും റിജിഡ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ ബോളിനൊക്കെ ഡാമേജ് വരുത്തരുതെന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഫോർ റിപ്പയർ ഓഫ് ദ ബ്ലേഡ് ആഫ്റ്റർ ഡാമേജ് അതർ ദാൻ സർഫസ് ഡാമേജ്, സോളിഡ് മെറ്റീരിയൽസ് മേ ബി ഇൻസെർട്ട് ഇൻ ടു ദ ബ്ലേഡ്. സർഫസിലല്ലാത്ത എവിടെയെങ്കിലും ഡാമേജ്, അതായത് നമ്മുടെ ബോൾ തട്ടുന്ന സർഫസില്ലാണ്ട് എവിടെയെങ്കിലും ഡാമേജ് ചെയ്ത് സോളിഡ് മെറ്റീരിയൽ അകത്തേക്ക് ഇടാം. സോളിഡ് മെറ്റീരിയൽ പെർമിറ്റഡ് ഫോർ എനി ഇൻസെർഷൻ ഈസ് വുഡ് വിത്ത് മിനിമൽ എസെൻഷ്യൽ അഡ്ഹസീവ്സ്. അതായത് വുഡ് തന്നെ അതിനകത്ത് ഇൻസെർട്ട് ചെയ്യാൻ പാടുള്ളൂ വിത്ത് പശ, മിനിമൽ പശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടു പ്രിവെൻറ്റ് ഡാമേജ് ടു മെറ്റീരിയൽ മേ ബി പ്ലേസ്ഡ് ഓൺ പാർട്ട് ഓഫ് ദ ബ്ലേഡ് ബട്ട് ഷാൽ നോട്ട് എക്സ്റ്റെൻഡ് ഓവർ എനി പാർട്ട് ഓഫ് ദ ഫേസ്, ബാക്ക് ഓർ സൈഡ്സ് ഓഫ് ദ ബ്ലേഡ്. നമ്മൾ ഈ ബാറ്റിൻ്റെ ടോയിൽ ഈ ഗ്രിപ്പിൻ്റെ പോലത്തെ ഒരു റബ്ബർ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കണം കാണാം. അപ്പോൾ അത് വേറെ അതിൻ്റെ ഫേസിലേക്ക് വയ്ക്കുന്ന എക്സ്റ്റെൻഡ് ആവരുമെന്നുള്ള കാര്യമാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബോളിന് ഡാമേജ് വരുന്ന കേസുകൾ പറയാം. ഫോർ എനി പാർട്ട് ഓഫ് ദ ബാറ്റ് കവേർഡ് ഓർ അൺകവേർഡ്, the hardness of the constituent materials and surface texture thereof shall not be such that either or both could cause unacceptable damage to the ball. അതായത് നമ്മൾ ഈ കവർ ചെയ്യുന്ന അൺകവർ ചെയ്യുന്ന ഹാർഡ്നെസ്സും അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ബാറ്റിൻ്റെ മെറ്റീരിയൽസും സർഫസിൻ്റെ ആ ഒരു ടെക്സ്ചറും വെച്ച് ബോൾ ഒരിക്കലും ഡാമേജ്, അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡാമേജുകൾ വരുത്താൻ പാടില്ല എന്നാണ്. ബോൾ എന്തായാലും അടിക്കുമ്പോൾ ഡാമേജ് വരും. അത് എക്സ്പെക്റ്റബിൾ അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡാമേജ് ഓക്കെ, അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡാമേജ് വരുത്തുന്ന ഒരു സാധനം പെർമിറ്റ് ചെയ്യില്ല. എനി മെറ്റീരിയൽ പ്ലേസ്ഡ് ഓൺ എനി പാർട്ട് ഓഫ് ദ ബാറ്റ് ഫോർ വാട്ട് എവർ പർപ്പസ് ഷാൽ സിമിലർലി നോട്ട് ബി സച്ച് ദാറ്റ് ഇറ്റ് കുഡ് കോസ് അൺഅക്സെപ്റ്റബിൾ ഡാമേജ് ടു ദ ബോൾ. അതായത് നമ്മൾ ബാറ്റിലെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ടി വന്നാൽ എന്ത് പർപ്പസിനാണെങ്കിലും ബോളിന് വിഷയം വരരുത്, അതാണ് പ്രധാന കാര്യം. For the purpose of this unacceptable damage is any change that is greater than normal wear and tear caused by the ball striking in the uncovered wooden surface of the blade. അതായത് നോർമലായിട്ടുള്ളൊരു ബാറ്റിൽ ടച്ച് ചെയ്ത് വിയർ ആൻഡ് ടിയർ ഉണ്ടാകുന്ന ആ ബോളിന് ഉണ്ടാകുന്ന നാശത്തിനേക്കാളും കൂടുതൽ ഏതെങ്കിലും അൺഅക്സെപ്റ്റബിളായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ടൈപ്പ് നാശം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സംഭവം സമ്മതിക്കില്ല. ബേസിക്കലി അതാണ് ഈ പറഞ്ഞ ലോസ് എല്ലാം പറയുന്നത്. Contact with the ball. In this law, reference to the bat shall imply that the bat is held in the batter's hand or glove worn on his or her hand unless stated otherwise. അതായത് ബോളുമായിട്ട് കോൺടാക്റ്റ് വന്നു എന്ന് എപ്പോഴാണ് പറഞ്ഞത്? ബാറ്റ് മുകളിലേക്ക് തെറിച്ച് പോയിട്ട് അത് നമ്മൾ ബോൾ തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺടാക്റ്റ് വന്നു എന്ന് പറയാൻ പറ്റില്ല. അത് ഹാൻഡിൽ, ബാറ്ററിൻ്റെ കയ്യിലും അല്ലെങ്കിൽ ഗ്ലൗവിൽ, അതായത് കയ്യിൽ ഗ്ലൗ ഇട്ട് ഗ്ലൗവിൽ ബാറ്റ്, ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് അണ്ടർ സ്റ്റേറ്റഡ് അതർവൈസ് എന്ന് പറഞ്ഞപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളല്ലാത്ത കേസുകൾ വരുന്നുണ്ട്. കോണ്ടാക്ട് ദ ബോൾ
കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബോൾ ആൻഡ് എനി ഓഫ് ഈ പറഞ്ഞ താഴെ പറയുന്ന കാര്യങ്ങൾ, ബോളും ബാറ്റും തമ്മിൽ ബാറ്റിൻ്റെ ഹാൻഡ് ഹോൾഡിങ് ദ ഗ്ലൗ, അതായത് ഹാൻഡ് ഹോൾഡിങ് ദ ഗ്ലൗ എന്ന് പറഞ്ഞാൽ ഗ്ലൗവിൻ്റെ പാർട്ടും നമ്മുടെ കുറച്ച് റിസ്റ്റിൻ്റെ പാർട്ടും കയറും, അതാണ് പറയുന്നത്. ആൻഡ് എനി പാർട്ട് ഓഫ് ഗ്ലൗ വോൺ ഓൺ ബാറ്റേഴ്സ് ഹാൻഡ് ഹോൾഡിങ് ദ ബാറ്റ്, അതായത് ബാറ്റ് പിടിച്ച്, അതായത് നമ്മൾ ഈ ക്യാച്ചൊക്കെ എടുക്കുമ്പോൾ എന്തൊക്കെ കൊണ്ടാലാണ്, ഫോർ എക്സാമ്പിൾ ക്യാച്ച് എടുക്കുമ്പോൾ എന്തൊക്കെ കൊണ്ടാലാണ് ഔട്ട് ആവാൻ സാധ്യത. ബാറ്റ് കൊണ്ടാൽ ഔട്ടാവും, ബാറ്ററിൻ്റെ ഹാൻഡ് വിത്ത് ഗ്ലൗ, ഹോൾഡ് ചെയ്ത് ഗ്ലൗ അവിടെ ഔട്ടാവും, ബാറ്ററിൻ്റെ എനി പാർട്ട് ഓഫ് ദ ഗ്ലൗവിൽ കൊണ്ട് കഴിഞ്ഞാൽ ഔട്ടാവും. ഇനി അഡീഷണൽ മെറ്റീരിയൽസ് പെർമിറ്റ്സ്, ആ ഒരു പാർട്ടാണ് ഈ പറയുന്നത്. ഇനി അഡീഷണൽ മെറ്റീരിയൽസ് പെർമിറ്റഡ് അണ്ടർ 5.4, അതായത് നേരത്തെ പറഞ്ഞ ബാറ്റിൽ ഇങ്ങനെ നമ്മൾ പല സാധനങ്ങളും ചുറ്റിലും പിടിക്കലൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സ്റ്റിക്കർ പൊളിഞ്ഞിരിക്കുകയെന്ന് വെച്ചോ, ആ സ്റ്റിക്കറുമ്പോൾ തട്ടി കൊണ്ട് കഴിഞ്ഞാൽ ക്യാച്ച് എടുത്താൽ ഔട്ടാണ്. അപ്പോൾ അതെല്ലാം ഈ ബോളിൽ തട്ടി എന്ന് പറയപ്പെടും എന്നാണ് ഈ പറയുന്നത്. ഷാൽ ബി റിഗാർഡഡ് ആസ് ദ ബോൾ സ്ട്രൈക്കിംഗ് ഓർ ടച്ചിങ് ദ ബാറ്റ് ഓർ ബീങ് സ്ട്രക്ക് ബൈ ദ ബാറ്റ്. മനസ്സിലായോ? ആ ഒരു കാര്യമാണ് അതിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ബാറ്റ്സിൻ്റെ സൈസിൻ്റെ ലിമിറ്റ്, ഓവറോൾ ലെങ്ത് ഓഫ് ദ ബാറ്റ് വെൻ ദ ലോവർ പോർഷൻ ഓഫ് ദ ഹാൻഡ് ഈസ് ഇൻസെർട്ടഡ് ഷാൽ നോട്ട് ബി മോർ ദാൻ 38 ഇഞ്ച്, അല്ലെങ്കിൽ 96.52 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്ററിനേക്കാളും താഴെയാണ് ബാറ്റിൻ്റെ ലെങ്ത് എന്ന് പറയാം. ദ ബ്ലേഡ് ഓഫ് ദ ബാറ്റ് ഷാൽ നോട്ട് എക്സീഡ് ദ ഫോളോയിങ് ഡൈമെൻഷൻസ്, അതിൻ്റെ ബ്ലേഡ് വിഡ്ത്ത് 10.8 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4.2 ഇഞ്ച് പാടുള്ളൂ. അതിൻ്റെ ഡെപ്ത്ത് 2.64 ഇഞ്ച് അല്ലെങ്കിൽ 6.7 സെൻറ്റിമീറ്റർ പാടുള്ളൂ. പിന്നെ എഡ്ജ് 1.56 ഇഞ്ച് അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ പാടുള്ളൂ. ഫർദർ ഇറ്റ് should also be able to pass through a bat gauge as described in appendix. ഈ അപ്പൻഡിക്സ് ബി നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ബാറ്റിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. എക്സെപ്റ്റ് ഫോർ ബാറ്റ്സ് ഓഫ് സൈസ് 6 and less, the handle shall not exceed 52% of the overall length of the bat. അതായത് ചെറിയ പിള്ളേരുടെ ബാറ്റ് നമുക്ക് കുറച്ച് ഹാൻഡിൽ ലെങ്ത് ഒക്കെ കൂടുതലായിട്ടൊക്കെ വരാം, പക്ഷേ അതിന് ബാക്കിയുള്ളതിന് ഹാൻഡിൽ 52% ഓഫ് ദ ഓവറോൾ ലെങ്ത്തിൽ കൂടുതൽ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. മെറ്റീരിയൽ പെർമിറ്റ് ഫോർ കവറിങ് ദ ബ്ലേഡ് ഇൻ 5.4.1, നേരത്തെ പറഞ്ഞാൽ ഷാൽ നോട്ട് എക്സീഡ്, അതായത് നമ്മൾ ഈ ഫേസൊക്കെ കവർ ചെയ്യാനുള്ള യൂസ് ചെയ്യുന്ന സ്റ്റിക്കറിൻ്റെ ഒക്കെ ഇഞ്ച് 0.1 സെൻറ്റിമീറ്റർ കൂടുതൽ എന്നാണ് പറയുന്നത്. മാക്സിമം പെർമിറ്റഡ് തിക്നെസ് ഓഫ് പ്രൊട്ടക്റ്റ് മെഷീൻ പ്ലേസ്ഡ് ഓൺ ദ ടോ ഓഫ് ദ ബ്ലേഡ് ഈസ് 0.12 ഇഞ്ച്. നമ്മൾ ബാറ്റിൻ്റെ ടോയിൽ വയ്ക്കുന്ന പ്രൊട്ടക്ഷൻ്റെ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട്. കാറ്റഗറീസ് ഓഫ് ബാറ്റ് പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് എ, ബി ആൻഡ് സി ആണ് പറഞ്ഞേക്കുന്നത്. ടൈപ്പ് എ ബാറ്റ്സ്മാൻ യൂസ്ഡ് അറ്റ് എനി ലെവൽ ഓഫ് ക്രിക്കറ്റ് പറഞ്ഞു. ദ സ്പെസിഫിക്കേഷൻ ഫോർ ടൈപ്പ് ഡി ബാറ്റ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ അപ്പൻഡിക്സ് B.7 ആൻഡ് യൂസ് ബൈ ജൂനിയർ പ്ലെയേഴ്സ് ഇൻ ജൂനിയർ ക്രിക്കറ്റ് ഓൺലി. അപ്പോൾ ടൈപ്പ് ഡി ബാറ്റ് ജൂനിയർ റേഞ്ചിലാണ് ഉപയോഗിക്കേണ്ടത്. ബാറ്റ് ബി, സി, ഡി ആൻഡ് അതർ ബാറ്റ്സ് മേ ബി യൂസ്ഡ് ഓൺലി അറ്റ് ഓർ ബിലോ ലെവൽസ് ഡിറ്റർമിൻഡ് ബൈ ദ ഗവർണിംഗ് ബോഡി ഫോർ ക്രിക്കറ്റ് ഇൻ ദ കൺട്രി. ഒരു രാജ്യത്ത് പറഞ്ഞ അനുസരിച്ചാണ് B.C.D എന്നൊക്കെ പറഞ്ഞ റേഞ്ചിൽ ബാറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ബാറ്റ് ദാറ്റ് ഡു നോട്ട് ക്വാളിഫൈ ഫോർ എനി ഓഫ് ദ 4 കാറ്റഗറീസ് ആർ നോട്ട് റെക്കഗ്നൈസ് ഇൻ ദ ലോ. അപ്പോൾ ഈ പറഞ്ഞ റേഞ്ചിലുള്ള ബാറ്റുകളല്ലാതെ വേറെ സാധനങ്ങളൊന്നും ലോസിൽ റെക്കഗ്നൈസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ബാറ്റുകളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ. പക്ഷേ ശരിക്കും ഇതിൽ അപ്പൻഡിക്സ് ബിയും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ബാറ്റിൻ്റെ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവുള്ളൂ.